ഒത്തുകളിക്കാതെ ഒരു സമരം പെട്ടെന്ന് അതായത് കുറേ കാലം തുടരുമെന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ സമരം പ്രഖ്യാപിച്ചത്. എന്ത് വന്നാലും ഞങ്ങൾ പിന്മാറില്ല. അപ്പോൾ ഈ കണ്ടിന്യൂസ് നമ്മൾ ഈ തത്സമയ സംപ്രേഷണം ഇങ്ങനെ തുടരുമല്ലോ. അപ്പോൾ ഉണ്ണിസാറിൻ്റെ സ്ഥാപനവുമായി മത്സരത്തിലുണ്ടായിരുന്ന സ്ഥാപനത്തിലായിരുന്നു അന്ന് ഞാൻ ജോലി ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു മത്സരത്തിൻ്റെ ഭാഗമായി തത്സമയ സംപ്രേഷണം തുടർച്ചയായി കൊടുക്കുക എന്നൊക്കെയുള്ള ഒരു രീതിയിലേക്ക് മാധ്യമങ്ങളും അതൊരു മത്സര ഇനമായി പ്രഖ്യാപിച്ച ഒരു ഐറ്റമായിരുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് തീർന്നുപോയി. ഗപ്പ് കിട്ടിയത് എന്തായാലും ഞാനന്ന് ജോലി ചെയ്ത സ്ഥാപനത്തിലായിരിക്കും ഗപ്പ്. അത് ഉറപ്പല്ലേ? അപ്പോൾ എന്തായാലും ഈ 2013 ഓഗസ്റ്റ് 12-ന് 2013 നമുക്ക് വിഷയത്തിലേക്ക് വരാം. 2013 ഓഗസ്റ്റ് 12-ന് സംഭവിച്ച സെക്രട്ടേറിയറ്റ് വളയൽ സമരം അത് 1.5 ദിവസം കൊണ്ട് പെട്ടെന്ന് പറഞ്ഞോ. പെട്ടെന്നങ്ങ് തീരുകയായിരുന്നു. അപ്പോൾ അതിൽ ഈ ഒത്തുകളിച്ച ആളുകൾ എന്ന് പറയുന്നത് ഈ ജോൺ മുണ്ടക്കയം മാത്രമാണ്. അല്ലെങ്കിൽ ജോൺ മുണ്ടക്കയം പറഞ്ഞതുപോലെ ഈ തിരുവനന്തപുരത്തെ മാധ്യമ മേഖലയെക്കുറിച്ച് അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ മാധ്യമ പ്രവർത്തകരെക്കുറിച്ച് പറയുന്ന ഒരു ചൊല്ലുണ്ട്, പണ്ട് തൊട്ടേ ഉള്ളതാണ്. അതായത് ഈ അധികാരത്തിൻ്റെ ഇടനാഴികളിലൊക്കെ വലിയ സ്വാധീനം ചെലുത്തുന്ന ഇടനിലക്കാരായി പ്രവർത്തിക്കുന്ന പലരുമുണ്ട് എന്നുള്ളത് ആദ്യകാല ഒരു കോണ്ടാക്ട്സ് ആയിരിക്കും. സാറ് പറഞ്ഞ ഈ ജൈവിക പ്രക്രിയ അങ്ങനെയാണല്ലോ അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാ നേതാക്കളുമായും മന്ത്രിമാരുമായും ഈവൻ മുഖ്യമന്ത്രിയുമായും ഒക്കെ എപ്പോഴും കയറി ചെല്ലാവുന്ന അടുപ്പമുള്ള മാധ്യമപ്രവർത്തകർ അത് പണ്ട് കാലം തൊട്ടേ ഉള്ളതാണ്. അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന മാധ്യമപ്രവർത്തകരുണ്ട്, നേട്ടങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുന്നവരുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. ഇനി ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ ഈ സോളാർ ഇപ്പോൾ ഇട്ട് ഈ ജോൺ മുണ്ടക്കയം കത്തിച്ചതിന് പിന്നിൽ ഒരു ലക്ഷ്യമുണ്ടാകുമല്ലോ. മൂന്നാമത്തെ ഭാഗം, അതായത് ആ ലേഖന പരമ്പരയുടെ മൂന്നാമത്തെ ഭാഗത്തിലാണ് ഇപ്പോൾ ഈ കത്തിക്കുന്ന തരത്തിലേക്ക് സോളാർ ഇരുണ്ടപ്പോൾ എന്നുള്ളതിന് പകരം സോളാർ ജലിക്കുമ്പോൾ എന്ന ഘട്ടത്തിലേക്ക് എത്തുന്നത് ഈ മൂന്നാം ഭാഗം വരുമ്പോഴാണ്. സമകാലിക മലയാളം വാരികയിൽ ഇന്നലെ തന്നെ സമകാലിക മലയാളം വാരികയിൽ ഇങ്ങനെ ഒരു ലേഖനമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത അവരുടെ തന്നെ സൈറ്റിൽ വരുന്നുണ്ട്. അതിനുശേഷം ഈ ഭാഗം ഇന്നിപ്പോൾ നമ്മൾ നേതാക്കളുമായും അതോടൊപ്പം തന്നെ ജോൺ മുണ്ടക്കയുമായും ഒക്കെ റിപ്പോർട്ടറിലൂടെ നമ്മൾ സംസാരിക്കുമ്പോൾ അതിൽ ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്, എന്തൊക്കെയോ നടന്നിട്ടുണ്ട് അവിടെ. അത് ഒരു ഒത്തുതീർപ്പാണ് എന്ന് മനസ്സിലാക്കുന്നതിനായി ഒരുപാടൊന്നും ആലോചിച്ച് പോകേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ അത് വളരെ നിഷ്കളങ്കമായി അവിടെയുള്ള ടെക്നിക്കാലിറ്റിയുടെ പേരിൽ മാറ്റിവെച്ചതാണ് അല്ലെങ്കിൽ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോയതാണ് എന്നൊന്നും ഞാൻ കരുതുന്നില്ല. അങ്ങനെയൊന്നും വിശ്വസിക്കുന്ന മലയാളികളും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഉമ്മൻചാണ്ടിയെ പരമാവധി നാണം കെടുത്തുക എന്നതായിരുന്നു ഈ സോളാർ വിഷയത്തിന് തന്നെ ഒരു ലക്ഷ്യം. അത് സാധ്യമായിട്ടുണ്ട്. ഏതായാലും ആ ബുദ്ധിമുട്ടുകളെല്ലാം നേരിടേണ്ടി വന്നിട്ടുണ്ട് ഉമ്മൻചാണ്ടിക്കും കുടുംബത്തിനും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതൊരു കഥയായിട്ടാണ് എനിക്ക് തോന്നുന്നത്, സോളാർ സമരത്തിൻ്റെ ഒരു കഥ എന്ന് വേണം പറയാൻ. കാരണം ഈ നടന്ന കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ജോൺ മുണ്ടക്കയം ഇത്രയും നാൾ എഴുതാതെ വെച്ചിരുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതോ ഇനി റിട്ടയർമെൻറ്റിന് ശേഷം അദ്ദേഹത്തിന് കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പെട്ടെന്ന് അദ്ദേഹം എത്തിയതാണോ, ആരെങ്കിലും എത്തിച്ചതാണോ എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ വരുന്ന സംശയം. കാരണം ഈ വന്നിരിക്കുന്ന കോണ്ടെക്സ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ UDF അല്ലെങ്കിൽ കോൺഗ്രസിൽ ഒരു നേതൃമാറ്റത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു സമയമാണ്. ആ നേതൃമാറ്റത്തെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഖദറിട്ട കുറുക്കന്മാർക്ക് പെട്ടെന്ന് കയറി വരാൻ വേണ്ടിയാണോ ഇപ്പോൾ ഇത് പൊക്കിക്കൊണ്ട് വന്നത് എന്ന ഒരു സംശയം ന്യായമായും സാധാരണ മലയാളികളെ പോലെ എനിക്കുമുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന അധികാരത്തിൻ്റെ ഇടനാഴികളിലൊന്നും എനിക്ക് വലിയ ബന്ധങ്ങളൊന്നുമില്ല. അതുകൊണ്ട് എനിക്കറിയില്ല ഈ ജോൺ മുണ്ടക്കയം എത്രത്തോളം ഇങ്ങനെയുള്ള സംഭാഷണങ്ങൾ നടത്തുന്ന ഒരു ഇടനിലക്കാരനായി പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. കാരണം ജോൺ ബ്രിട്ടാസ് ഈ ജോൺ മുണ്ടക്കയത്തെ വിളിക്കണം എങ്കിൽ ജോൺ മുണ്ടക്കയത്തെ കൊണ്ട് ഈ വിഷയത്തിൽ ഇടപെടുത്തിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ബിഗ് ഷോട്ട് ആരാണ് അപ്പോൾ ജോൺ മുണ്ടക്കയം. അങ്ങനെ ജോൺ ബ്രിട്ടാസ് പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. അതിനേക്കാൾ കൂടുതൽ കോൺടാക്ട്സ് ജോൺ ബ്രിട്ടാസിനുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഇതിൽ മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് ജോൺ ബ്രിട്ടാസിന്റെ ഫോൺ കോൾ എന്ന് ജോൺ ബ്രിട്ടാസ് ജോൺ മുണ്ടക്കയത്തോട് പറഞ്ഞു എന്നാണ് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഇങ്ങനെ നിർദ്ദേശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജോൺ ബ്രിട്ടാസ് വിളിക്കുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. അവിടെയാണ് അദ്ദേഹം പറയുന്നത് ഇതൊക്കെ ഭാവനയാണ് എന്നുള്ളത്. അപ്പോൾ ഇതൊരു കഥയാണെങ്കിൽ, ഇതൊരു ഭാവനയാണെങ്കിൽ ജോൺ മുണ്ടക്കയത്തിനെതിരെ ഒരു മാനനഷ്ടത്തിനൊക്കെ ഒരു കേസ് കൊടുക്കാവുന്നതാണ് ജോൺ ബ്രിട്ടാസിന് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ചർച്ചകൾ നടന്നിട്ടുണ്ട്. പാതി സത്യമാണെന്ന് അതുകൊണ്ടാണ് ജോൺ ബ്രിട്ടാസിനും സമ്മതിക്കേണ്ടി വരുന്നത്. അപ്പോൾ ആരാരെ ആദ്യം വിളിച്ചു, അതാണല്ലോ ഇവിടുത്തെ ചോദ്യം. ഞാനതൊന്ന് പരിശോധിച്ചു, നേതാക്കളുടെയൊക്കെ പ്രതികരണങ്ങൾ എടുത്തു വെച്ച് ആരാരെ എപ്പോൾ വിളിച്ചു, അതാണ് ഇതിനകത്ത് ഇനിയിപ്പോൾ തെളിയാനുള്ള കാര്യം. ജോൺ മുണ്ടക്കയം പറയുന്നു രാവിലെ 11 മണിക്ക് ജോൺ ബ്രിട്ടാസ് വിളിച്ചു. അതനുസരിച്ച് ജോൺ മുണ്ടക്കയം ഉമ്മൻചാണ്ടിയെ വിളിച്ചു. അപ്പോൾ ഉമ്മൻചാണ്ടി പറഞ്ഞു കുഞ്ഞാലിക്കുട്ടിയെ വിളിക്കാൻ. അപ്പോൾ കുഞ്ഞാലിക്കുട്ടിയെയും ആര് വിളിച്ചു? ജോൺ മുണ്ടക്കയം വിളിച്ചു. അതിനുശേഷം കുഞ്ഞാലിക്കുട്ടി ആരെ വിളിക്കുന്നു? കുഞ്ഞാലിക്കുട്ടി തിരുവഞ്ചൂരിനെ വിളിക്കുന്നു. ഇതെല്ലാം ജോൺ മുണ്ടക്കയം അറിയുന്നുണ്ട്. തിരുവഞ്ചൂർ എന്നിട്ട് വിളിക്കുന്നത് ആരെയൊക്കെയാണ്? ജോൺ ബ്രിട്ടാസിനെ വിളിക്കുന്നു തിരുവഞ്ചൂർ. അതുപോലെ തന്നെ കോടിയേരി ബാലകൃഷ്ണനെ വിളിക്കുന്നു. അത് കഴിഞ്ഞ് NK പ്രേമചന്ദ്രൻ മീഡിയേറ്ററായി രംഗത്ത് വരുന്നു. ഇനിയിപ്പോൾ പ്രതികരിക്കാനുള്ളത് NK പ്രേമചന്ദ്രനാണ്. ഈ രീതിയിൽ മധ്യസ്ഥ ചർച്ചകളൊക്കെ നടത്തിയതിനെക്കുറിച്ച് പറയേണ്ടത് NK പ്രേമചന്ദ്രനാണ്. കോടിയേരി ബാലകൃഷ്ണൻ നമുക്കൊപ്പമില്ല. ഇനി രണ്ടാമത്തെ കഥ, അത് ബ്രിട്ടാസിന്റെ ഭാഗത്തു നിന്നുള്ള വെർഷനാണ്. ജോൺ ബ്രിട്ടാസ് പറയുന്നു കൈരളി ഓഫീസിൽ ഇരിക്കുകയായിരുന്നു ചെറിയാൻ ഫിലിപ്പും അദ്ദേഹവും. അപ്പോൾ അതിൽ ഫോണിലേക്ക് ഇങ്ങോട്ടേക്ക് ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിലേക്ക് തിരുവഞ്ചൂർ വിളിച്ചു. അപ്പോൾ ഒരു ഫോൺ കോൾ നടന്നു എന്നുള്ളത് ഈ രണ്ടിടത്തും സമ്മതിക്കുന്ന ഒരേപോലെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ സംസാരിച്ചു. ജോൺ മുണ്ടക്കയത്തെയോ തിരുവഞ്ചൂരിനെയോ ജോൺ ബ്രിട്ടാസ് വിളിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. തിരുവഞ്ചൂർ പറയുന്നത് ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിൽ നിന്ന് ജോൺ ബ്രിട്ടാസ് വിളിച്ചു. അപ്പോൾ ഈ കാര്യത്തിൽ തിരുവഞ്ചൂർ പറയുന്നതും ഈ പറയുന്ന ജോൺ മുണ്ടക്കയം പറയുന്നതും ഏകദേശം ഒരേ തിരക്കഥയുടെ ഭാഗമായി ഒത്തുവരുന്നുണ്ട്.
പറയുന്നുണ്ട്, ജോൺ ബ്രിട്ടാസ് പറയുന്നത് മറുഭാഗത്ത് നിൽക്കുന്നുണ്ട്. അവിടെ ഞാൻ ഡോക്ടർ അരുണിന്റെ വാദത്തോട് യോജിക്കുകയാണ്. കാരണം നമ്മളൊരു മിനിമം കോമൺ സെൻസ് വെച്ച് ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫോൺ കോൾ നടക്കേണ്ടത് ആരുടെ ആവശ്യമാണ്, ആരെ വിളിക്കേണ്ടതാണ് അവിടെ നടക്കേണ്ടത് എന്നുള്ളത് കൃത്യമാണ്. അല്ലാതെ ജോൺ മുണ്ടക്കയം വഴി ഉമ്മൻചാണ്ടിയെ വിളിച്ച് PK കുഞ്ഞാലിക്കുട്ടിയെ വിളിച്ച് അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണോ, അത്രയും ബുദ്ധി കുറവാണ് ജോൺ ബ്രിട്ടാസിനെന്ന് ഞാൻ കരുതുന്നില്ല. സ്വാഭാവികമായും അങ്ങനെ ചിന്തിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ചെറിയാൻ ഫിലിപ്പ് പറയുന്നുണ്ട്, ഞാൻ ആവശ്യപ്പെട്ടതനുസരിച്ചിട്ടാണ് ജോൺ ബ്രിട്ടാസ് ഇടപെട്ടത്. തിരുവഞ്ചൂരാണ് ഉമ്മൻചാണ്ടിയോട് കാര്യങ്ങൾ പറഞ്ഞത്. അത് കുറച്ചുകൂടി വസ്തുതയുമായി ചേർന്ന് നിൽക്കുന്ന കാര്യമാണ് എന്ന് ഞാൻ കരുതുന്നു. ഇതിലൊരു ഒത്തുതീർപ്പ് ശ്രമം നടന്നിട്ടുണ്ട്. പക്ഷേ ജോൺ മുണ്ടക്കയം പറയുന്നത് പോലെ ജോൺ മുണ്ടക്കയം ഒരു സൂപ്പർ ഹ്യൂമനായി നിന്നുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഇടപെട്ട് തീർപ്പാക്കിയെന്ന് ഞാൻ കരുതുന്നില്ല. ഒരു പക്ഷേ എൻ്റെ പരിമിതമായ വിശകലന ബോധം കൊണ്ടായിരിക്കാം. എന്തായാലും എനിക്ക് തോന്നുന്നില്ല ജോൺ മുണ്ടക്കയമാണ് ഇതെല്ലാം അങ്ങ് സോൾവ് ആക്കിയത്, കോംപ്രമൈസ് ആക്കിയത് എന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ കരുതുന്നില്ല അങ്ങനെ. പക്ഷേ ഇപ്പോൾ പറഞ്ഞു വരുന്നത് കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ ആർട്ടിക്കിളിൽ പറയുന്നതും അങ്ങനെ തന്നെയാണ്. ആ പ്രസക്ത ഭാഗം ഒന്ന് എടുത്ത് നോക്കി കഴിഞ്ഞാൽ മാഡത്തിന് മനസ്സിലാവും. തലസ്ഥാന നഗരിയെ സ്തംഭിപ്പിച്ച ആ സമരം ഒത്തുതീർപ്പാക്കിയത് അതൊരു ഗിമ്മിക്കായിരുന്നു എന്നുള്ളതാണ്. അതായത് ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും ഒരു ഗിമ്മിക്കായിരുന്നു. അതായത് ഇപ്പോൾ പലതരത്തിൽ നിങ്ങളൊക്കെ ഇരുന്ന് ന്യായീകരിച്ചതുപോലെ രണ്ട് മുന്നണികളെയും കേരളത്തിന് വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ളതിന്റെ ഒരു തെളിവ് തന്നെയാണ് സോളാർ കേസിൽ നമ്മൾ കണ്ടത് എന്നുള്ളതാണ്. അതായത് മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം ജോൺ ബ്രിട്ടാസിന് ഒരു ഫോൺ കോൾ വന്നെങ്കിൽ അതിൽ ജോൺ മുണ്ടക്കയം ഇടപെട്ടെങ്കിൽ ഇടതു വലത് മുന്നണികൾ ഒന്നിച്ച് തീരുമാനിച്ച് ഒരു സമരം നിർത്തിയെങ്കിൽ ജനത്തെ വിഡ്ഢികളാക്കുകയായിരുന്നു. 2013 ഓഗസ്റ്റിൽ ഈ ജനം വിശ്വസിച്ചു ഉമ്മൻചാണ്ടി വലിയ ഒരു കൾപ്രിറ്റാണ്, ഉമ്മൻചാണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു, ഉമ്മൻചാണ്ടിയാണ് ഇവിടുത്തെ ഏറ്റവും കൊള്ളരുതാത്തവൻ, അങ്ങനെയൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടി ഇടത് വലത് മുന്നണികൾ ഒത്തുകളിക്കുകയായിരുന്നു. അതിൽ കോൺഗ്രസിൽപ്പെട്ടവരുമുണ്ട്, ഒപ്പം ഇടതുപക്ഷത്ത് അപ്പോൾ അങ്ങനെ രണ്ട് പത്രക്കാർ അവസാനിപ്പിച്ച സോളാർ സമരമായിട്ടൊന്നും ഞാൻ കരുതുന്നില്ല. നാട്ടുകാരെ പറ്റിക്കാനായിട്ടൊരു സമരം, ആ സമരം നടത്തുന്നതിനായിട്ടുള്ള ഒരു മുന്നൊരുക്കങ്ങളും ഉണ്ടായിരുന്നില്ല എന്നൊന്നും പറയാൻ കഴിയില്ല. മുന്നൊരുക്കങ്ങളെല്ലാം ഉണ്ടായിട്ടും സാങ്കേതിക കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു സമരം നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ സമരത്തിനായിട്ടൊന്നുമല്ല വന്നത്, നാട്ടുകാരെ പറ്റിക്കുന്നതിനായി. അതായത് ഉമ്മൻചാണ്ടിയെ മോശക്കാരനാക്കിക്കൊണ്ട് അതിന്റെ അഡ്വാൻറ്റേജ് എടുക്കുക എന്നതായിരുന്നു ലക്ഷ്യം. അത് രണ്ട് പക്ഷത്തിലും പെട്ട ആളുകൾക്ക് ആ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. സോളാർ ഇരുണ്ടപ്പോൾ എന്നല്ല പേരിടേണ്ടിയിരുന്നത്. നേതാക്കളുടെ, അതായത് ഈ പുറത്ത് വെളുപ്പിട്ടുകൊണ്ട് നടക്കുന്ന നേതാക്കളുടെയൊക്കെ അകത്ത് എത്ര കറുപ്പുണ്ട് എന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴെന്തായാലും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണല്ലോ. അന്നേ ഈ ഇന്ത്യ മുന്നണി ഉണ്ടായിരുന്നു. 2013 ഓഗസ്റ്റ് 12-ാം തീയതി സെക്രട്ടേറിയറ്റ് വളയിൽ ഒത്തുതീർപ്പാക്കിയപ്പോഴാണ് കേരളത്തിൽ എന്താണ് സാറേ കേരളത്തിൽ യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണി രൂപം കൊണ്ടത് എന്നതാണ് എന്റെ ടേക്ക്. അതായത് ഇന്ത്യ മുന്നണിയായിട്ട് അന്ന് മുതലേ നാട്ടുകാരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കട്ടെ, ഈ രണ്ട് പക്ഷവും അങ്ങോട്ടും ഇങ്ങോട്ടും തീരുമാനിക്കുക, സമരം നിർത്തുക. പിന്നെ എന്തിനാണ് ഈ സമരം? നാട്ടുകാരെ പറ്റിക്കുന്ന എന്തിനാണ്? ഒന്നിച്ചങ്ങ് ഒറ്റ മുന്നണിയായിട്ട് ലയിച്ചുകൂടെ? അങ്ങനെ ലയിച്ചങ്ങ് മുന്നോട്ട് പോകട്ടെ. അല്ലാതെ ഈ സമരം പ്രഖ്യാപിക്കുന്നു, ജോൺ ബ്രിട്ടാസ് ഇടപെടുന്നു, ജോൺ മുണ്ടക്കയം ഇടപെടുന്നു, സമരം തീരുന്നു. Meet the editors.